ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറഞ്ഞു. പിന്നെ എന്താണ്, എല്ലാവരും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങളും സന്തോഷമായിട്ടിരിപ്പുണ്ട്. സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരുമില്ല, അതിനേക്കാളൊക്കെ ഉപരി സ്നേഹം ആഗ്രഹിക്കാത്ത ആരുമില്ല. സ്നേഹത്തെ നമുക്ക് 4 രീതിയിൽ തിരിക്കാം. അതായത് നമുക്ക് സ്നേഹം തരുന്നവരെ അവർ നമ്മൾ 4 രീതിയിൽ കണക്കാക്കിയിട്ടാണ് നമുക്ക് സ്നേഹം തരുന്നത്. ഒന്ന്, ചില മനുഷ്യരുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കും. അവരുടെ ആവശ്യം കഴിയുമ്പോഴത്തേക്കും ആ സ്നേഹം അവരങ്ങ് മറക്കും. പിന്നെ നമ്മൾ തൊട്ടടുത്ത് നിന്നാൽ പോലും നമ്മൾ അവർക്ക് മനസ്സിലാകത്തില്ല. ആ ഒരു അനുഭവം എനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇനി രണ്ടാമത്തെ ആളുകളുണ്ട്, സഹതാപം കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ. നമ്മുടെ അവസ്ഥ കണ്ട്, നമ്മുടെ സാഹചര്യം കണ്ട്, അയ്യോ അവൾക്കങ്ങനെ ആയിപ്പോയല്ലോ അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് കരുതി സഹതാപം കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കും. നമ്മുടെ ഈ അവസ്ഥ മാറിക്കഴിയുമ്പോഴത്തേക്കും ആ സഹതാപം കൊണ്ടുള്ള സ്നേഹവും അപ്രത്യക്ഷവും. പിന്നെ അവരെ ഒന്നും നമുക്ക് മഷിയിട്ട് നോക്കിയാൽ ഇവരെ ഒന്നും കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ ആളുകളെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് സ്വന്തമാക്കാൻ വേണ്ടി മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ ചില വ്യക്തികളെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളെ നേടാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള സ്നേഹം. ആ വ്യക്തിയെ നേടിക്കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തിയോടുള്ള സ്നേഹം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇനി നാലാമത്തെ കൂട്ടരുണ്ട്, ഒന്നും പ്രതീക്ഷിക്കാതെ, നീ എന്നെ തല്ലിയാലും ഞാൻ തല്ലുകൊണ്ടോളാം, നീ എന്നെ ഇട്ടിട്ട് പോയാലും ഞാൻ നിന്നെ തേടി വരും എന്ന് ചിന്തിക്കുന്ന നാലാമത്തെ കൂട്ടർ. സത്യം പറഞ്ഞാൽ ഈ 4 കൂട്ടരെയും നമ്മൾ തിരിച്ചറിയണം. ഓരോരുത്തരെയും നമ്മൾ ഓരോന്ന് എടുത്തെടുത്ത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ആളുകൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം, അവരുടെ ആവശ്യം കണക്കാക്കി മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാനിപ്പം ഒരു പ്രവാസിയാണ് അല്ലേ. അപ്പോൾ ഞാൻ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ ചില ആളുകളുണ്ട് നാട്ടിൽ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നെ വിളിക്കുന്ന ആളുകളുണ്ട്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ്. അവർ പറയുന്ന അവർക്ക് ലോണുണ്ട്, മക്കളുടെ ഫീസ് അടയ്ക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അവരുടെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് ആരെയും വിളിക്കുമ്പോൾ ചോദിക്കും, സുഖമാണോ, എങ്ങനെയുണ്ട്, മക്കളെയൊക്കെ വിളിക്കാറുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് പിന്നീട് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറയും. അതായത് അവരുടെ ലക്ഷ്യം അവരുടെ ആവശ്യങ്ങൾ സാധിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി മാത്രമാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. രണ്ടാമത്തെ ആളുകൾ സഹതാപം. ഈ സഹതാപത്തിൻ്റെ സ്നേഹവും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. വളരെയേറെ സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോയ വർഷങ്ങളും മാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും പലരുടെ മുഖത്തും ഞാൻ കണ്ടിട്ടുള്ളത് ഈ സഹതാപമാണ്. സഹതാപം അനുഭവം അങ്ങനെ ആയിപ്പോയല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ സഹതപിക്കുന്ന സ്നേഹത്തോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് ഒരു പരിധിവരെ ഞങ്ങളുടെ ഞങ്ങളുടെ ചില സമയങ്ങളിൽ നമ്മളുടെ അടുത്ത തീരുമാനങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കൊണ്ട് എത്തിച്ചത്. അന്നേരം നമ്മൾ ആ തീരുമാനങ്ങളാണ് മാറ്റേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ സഹതാപമല്ല നമുക്ക് വേണ്ടേ. മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ചോദിക്കുന്നവർക്ക് നമ്മളൊന്നും നോക്കാതെ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ വീഴ്ച വന്നതെന്ന് മനസ്സിലാക്കുന്ന നിമിഷം തൊട്ട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ആ സഹതാപത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അതാണ് സഹതപിക്കുന്നവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം. ഇനി ചില പ്രത്യേക ആവശ്യങ്ങളെ നേടിയെടുക്കാൻ, സ്വന്തമാക്കാൻ വേണ്ടി മാത്രമുള്ള സ്നേഹം. അതായത് നമ്മൾ ചുറ്റുപാട് നോക്കിയാണെന്നുണ്ടെങ്കിൽ കാമുകന്മാർ നടത്തുന്ന സ്നേഹം. അവർക്ക് ചില പ്രത്യേക കാര്യങ്ങൾ നേടിയെടുക്കാനായിരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയെ നേടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും, സ്വന്തമാക്കി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹമൊക്കെ നഷ്ടപ്പെടും. അതാണ് യാഥാർത്ഥ്യം. ചില നേടിയെടുക്കാനുള്ള ആവശ്യം, നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സ്നേഹം പ്രകടിപ്പിക്കൽ. ഒരു നാലാമത്തെ കൂട്ടരുണ്ട് കേട്ടോ. എന്തോ ചെയ്താലും, കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും, എന്നെ വിളിക്കേണ്ട എന്ന് പറഞ്ഞാലും, എന്തൊക്കെ നമ്മൾ അയാളുടെ പോരായ്മകൾ പറയാൻ ശ്രമിച്ചാലും, നമ്മുടെ പോരായ്മകൾ അയാൾ പറയാൻ ശ്രമിച്ചാലും, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡിവൈൻ ലവ് എന്ന് പറയും. അത് ദൈവികമായ ഒരു സ്നേഹമാണ്. അത് നമ്മുടെ ആരുടെയും ഒന്നും കണ്ടിട്ട് തോന്നുന്ന ഒരു ഇഷ്ടമല്ല.
അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ യോജിക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള സ്നേഹമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടത് 4. അപ്പോൾ നമ്മുടെ മുമ്പിൽ സ്നേഹം ഭാവിച്ച് വരുന്ന മനുഷ്യരെ നമുക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ സ്നേഹിച്ചതിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടി വരും. ഒന്നും ഡിമാൻഡ് ചെയ്യാതെ നമ്മളോട് സ്നേഹിക്കുന്നവരെ, നമുക്കൊന്നും ഇല്ലായ്മയിലും നമ്മളെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാൻ മനസ്സ് കാണിക്കുന്നവരെ മറന്നു പോകാതിരിക്കുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ നമുക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അവരുടെ അവസ്ഥ നമ്മളെക്കാൾ ദയനീയമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഒന്ന് കൈ കൊടുത്ത് സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ലോകത്ത് മനുഷ്യരായി ജനിച്ചതുകൊണ്ട് നമ്മുടെ ജന്മം കൊണ്ട് പോലും നമുക്ക് അർത്ഥം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സ്നേഹം യഥാർത്ഥമാകട്ടെ, ഒന്നും പ്രതീക്ഷിക്കാത്തതാവട്ടെ, കപടതയില്ലാത്തതാവട്ടെ, സത്യസന്ധമുള്ള സ്നേഹമാവട്ടെ. എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നതും എല്ലാവർക്കും തിരിച്ചു കിട്ടുന്നതും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. തൽക്കാലം വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.